ഹായ് വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗൂഗിൾ ഫോം എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഫോംസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ റിസൾട്ട്സ് വരും. അപ്പോൾ ആദ്യം കാണിക്കുന്നതൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും. കുറച്ച് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ docs.google.com എന്ന് പറയുന്നൊരു ലിങ്ക് വരും. അപ്പോൾ അതാണ് ഗൂഗിൾ ഫോം, docs.google.com. അതിനകത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ കുറേ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. നമുക്ക് സ്യൂട്ട് ചെയ്യുന്ന ടെംപ്ലേറ്റ് അതിനകത്തുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണിക്കുന്ന ബ്ലാങ്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫോം ഞാൻ എൻ്റെ എക്സാമ്പിളായിട്ട് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഈ ഫോം കൊടുത്തിട്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന അവരുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും പേരും കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഫോം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഫോമിൻ്റെ ടൈറ്റിൽ ഇപ്പോൾ അൺടൈറ്റിൽഡ് ഫോം എന്നാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ഞാനൊരു പേര് കൊടുക്കുകയാണ്, കോൺടാക്റ്റ് ഇൻഫോർമേഷൻ എന്നാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ നെയിമാണ് കൊടുക്കാൻ പോകുന്നത്. ആദ്യം നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത് മൂന്നുമാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയിമാണ് ഞാനിപ്പോൾ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ നെയിം എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഫീൽഡ് എങ്ങനെ വേണം നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. റൈറ്റ് സൈഡിൽ അവിടെ ഞാനിപ്പോൾ ഷോർട്ട് ആൻസറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ, ഡ്രോപ്പ് ഡൗൺ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അത് ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നെയിം ആയതുകൊണ്ട് അത് ഷോർട്ട് ആൻസർ കൊടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നെയിം നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഈ ഫോമിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ താഴെ നമുക്ക് റിക്വയർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ നെയിം ഫീൽഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം. റിക്വയർഡ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആളിന് ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. താഴെ കാണിക്കുന്ന ആ ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു സെയിം റെസ്പോൺസ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയി കിട്ടും. നമ്മൾ ആ ഫീൽഡ് നെയിം മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അപ്പോൾ നെയിം എന്നുള്ളത് മാറ്റി ഞാനിപ്പോൾ നമ്പർ ആക്കുകയാണ്, ഫോൺ നമ്പർ ആക്കുകയാണ്. അപ്പോൾ ആ നമ്പർ കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ അതിൻ്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റാണ് താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ റിക്വയർഡ് ഫീൽഡ് ഓണാണ്. നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ ഇയാൾക്ക് താഴെ അടുത്ത സബ്മിറ്റ് ബട്ടൺ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടുത്ത ക്വസ്റ്റ്യൻസ് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അതാണ് ഈസിയർ വേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. അപ്പോൾ നെയിമും നമ്പറും ആയി. ഇനി നമുക്ക് ഇമെയിൽ ഐ ഡിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മൂന്നാമത്തെ ഓപ്ഷനിൽ ഇമെയിൽ ഐ ഡി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഗ്രൂപ്പിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത് മൂന്നുമാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നെയിം, നമ്പർ എന്നുള്ളത് മാറ്റി ഫോൺ നമ്പർ ആക്കി കൊടുക്കാം. അപ്പോൾ നെയിം, ഫോൺ നമ്പർ, കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ ഐ ഡി, നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇത് മൂന്നുമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോമിൻ്റെ ലിങ്ക് എടുക്കുക, അവർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെസ്സേജ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഈ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് ലിങ്കിൽ കയറി അവരോട് ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ അതിനായിട്ട് മുകളിലൊരു സെൻഡ് ഓപ്ഷൻ ഉണ്ട്. ആ സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും. അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, ഒരു ലിങ്ക് പോലെ കാണിച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, ഇത് മെസ്സേജിൻ്റെ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അതൊരു ലോങ് ലിങ്കാണ്. നമുക്ക് മെസ്സേജൊക്കെ അയക്കുകയാണെങ്കിൽ അത് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ലോങ് ലിങ്ക് ആയിരിക്കും. നമുക്ക് ഷോർട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ആ ഷോർട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ലിങ്ക് ഷോർട്ടൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ആ ലിങ്കിനെ കോപ്പി എടുക്കുക. കോപ്പി ബട്ടൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആർക്കാണോ ഇത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് അതിനകത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിനകത്തേക്ക് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അവരോട് ഇത് ഫില്ല് ചെയ്യാൻ പറയുക. ഈ ഫോമിൽ കയറി ഫില്ല് ചെയ്യാൻ പറയുക. അപ്പോൾ ആ ഫോമിൽ അവർ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ എങ്ങനെയായിരിക്കും അവർക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ലിങ്ക് ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഫോം വരുന്നത്. ആദ്യം കോൺടാക്റ്റ് ഇൻഫർമേഷൻ ആ ഇൻഡു ഇട്ടിരിക്കുന്ന റിക്വേർഡ് ആണെന്ന് അവിടെ പറയുന്നത്. അതിൻ്റെ താഴെ കണ്ട നെയിമിൻ്റെ സൈഡിൽ ഇൻഡു ഉണ്ട്, സ്റ്റാറുണ്ട്. അപ്പോൾ അത് റിക്വേർഡ് ആണ്. അപ്പോൾ നെയിം എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് എക്സ് എന്ന് പറയുന്ന നെയിം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഫോൺ നമ്പർ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി കുറച്ച് നയൻസ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡി ഞാൻ ജസ്റ്റ് test@gmail.id എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുകയാണെങ്കിൽ അവർ കാണുന്ന ഇൻ്റർഫേസാണ്. ഇത് ഫില്ല് ചെയ്യേണ്ട ആൾക്കാർ കാണുന്ന ഇൻ്റർഫേസാണ്. അപ്പോൾ അവർ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് ആ വിൻഡോയിൽ നോക്കുക. അതിനകത്ത് നമുക്കിത് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്താണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടണുണ്ട്. അപ്പോൾ ആ റെസ്പോൺസസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പം ആ ആൻസർ നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരാൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ എൻ്റർ ചെയ്താണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡേറ്റ ഒരുപാടുണ്ടെങ്കിലും മോർ ദാൻ 100 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് വ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റായി വരും. ആ ഷീറ്റിനകത്ത് ആൾക്കാർ എൻ്റർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഡേറ്റയായിട്ട് നമുക്ക് ഡേറ്റാബേസായിട്ട് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഞാൻ ഒരാൾ എൻ്റർ ചെയ്ത ആ ഡീറ്റെയിൽസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റായിട്ട് വേണമെങ്കിൽ അടുത്ത ഒരാൾ കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് റെസ്പോൺസ് കൂടി എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ നെയിം ഇപ്പം ഞാൻ ആദ്യം എക്സ് ആണ് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ സാമ്പിളായിട്ട് വേറൊരു പേര് കൊടുക്കാം. ടെസ്റ്റ് എന്നുള്ള പേര് കൊടുക്കുകയാണ്. ഫോൺ നമ്പറായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോൺ നമ്പർ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നത് മൾട്ടിപ്പിൾ ആൾക്കാർ, ഇപ്പോൾ 100+ ആൾക്കാരൊക്കെ ഇതുപോലെ എൻട്രി ആണെങ്കിൽ നമ്മുടെ ഷീറ്റിൽ എങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമതൊരാൾ എൻട്രി ചെയ്തു. അപ്പോൾ അയാൾ സബ്മിറ്റ് അടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷീറ്റിൽ കിട്ടുന്നതെന്ന് നോക്കാം. ഓൺലൈൻ ഷീറ്റിൽ എങ്ങനെ അപ്ഡേറ്റ് ആവുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ ഞാൻ തിരിച്ച് ആ ഓൺലൈൻ ഷീറ്റിൽ വരാണ്. കണ്ടോ, ഓൺലൈൻ ഷീറ്റിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് അയാൾ എത്ര മണിക്കാണ് എൻ്റർ ചെയ്തതെന്നുള്ളതാണ്. പിന്നെ അയാൾ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 300-400 വലിയ ഡേറ്റാബേസ് ആണെങ്കിൽ പോലും മുഴുവൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.